നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒരിടത്തൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രാഹ്മണനും ഒരു ഭാര്യയും. അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം ഈ ബ്രാഹ്മണന്റെ വായിൽ ഒരു പക്ഷിയുടെ തൂവൽ വീണുപോയി. അപൂർവ ഇനം ഒരു പക്ഷിയുടെ തൂവലാണ് വായിൽ പെട്ടുപോയത്. അയാൾ കോട്ടുവായിടുന്നതിനിടയിലാണ് ഈ തൂവൽ വന്ന് വായിൽ പെട്ടു. ഈ അപൂർവ ഇനം പക്ഷിയുടെ തൂവലാണ് വായിലെങ്കിൽ എന്തോ ഒരു അപശകുനമാണെന്ന് അയാൾ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പം അയാൾ എന്ത് ചെയ്തു? ഭാര്യയോട് പറഞ്ഞു, നീ ഇതാരോടും പറയണ്ട, രഹസ്യമായിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യയല്ലേ ആള്. പുള്ളിക്കാരി എന്ത് ചെയ്തു? അയൽപക്കത്തൊക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷെ അയൽപക്കത്തുള്ള തൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തിനോ വേണ്ടിയിട്ട് ചെന്നപ്പം ഈ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു അപൂർവ ഇനം പക്ഷിയുടെ തൂവല് വീണുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരിതൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെന്തോ കാര്യം പറയാൻ വന്നതാണ്. എന്നിട്ട് തിരിച്ചുപോയി. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അയൽക്കാരി എന്ത് ചെയ്തെന്നോ, അവരുടെ ഒരു സുഹൃത്തുണ്ട്, എന്നും വിളിക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പം ആ സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ ഈ കാര്യം പറഞ്ഞു. അപ്പുറത്തെ സാറിൻ്റെ വായിൽ ഒരു പക്ഷിയുടെ തൂവലെന്തോ വീണത്രേ എന്ന് പറഞ്ഞു. അപ്പം ഈ കേട്ട സുഹൃത്ത് എന്തോ ചോദിച്ചെന്നോ, അതെങ്ങനെ പക്ഷിയുടെ തൂവല് പുള്ളിയുടെ വായിൽ വന്ന്? പുള്ളി ബ്രാഹ്മണനല്ലേ, നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഈ പക്ഷിയുടെ തൂവല്? അപ്പം ഈ കോട്ടുവയൊക്കെ അങ്ങ് വിട്ടുപോയി. ഓക്കെ, അപ്പം എങ്ങനെ വന്നു? അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ഈ സുഹൃത്ത് എന്ത് ചെയ്തു? വേറെ പലരോടും പറഞ്ഞു. അങ്ങനെ ഈ കഥ അങ്ങ് സ്പ്രെഡ് ചെയ്തു ആ നാട്ടിലൊക്കെ. എന്നിട്ട് എന്തായി അവസാനം എന്നോ, ഈ ബ്രാഹ്മണൻ നോൺ വെജ് കഴിച്ചു എന്നുള്ള ഒരു പരുവ വരെയായി. അവസാനം ഈ ബ്രാഹ്മണനും ഭാര്യയ്ക്കും നാടുവിടേണ്ടി വന്നു. ഇതാണ് കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണോ, നമ്മളെല്ലാവരും ആരോടെങ്കിലുമൊക്കെ രഹസ്യം പറയാറുണ്ടോ? ആരോട് പറയരുതെന്ന് പറഞ്ഞ് നമ്മൾ രഹസ്യം പറയാറില്ലേ? എന്നിട്ട് അത് രഹസ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ എത്ര രഹസ്യങ്ങൾ എത്രയോ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് രഹസ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ? ഇല്ല. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ആരുടെയെങ്കിലും വായിൽ നിന്ന് ആ രഹസ്യം വേറെ പല രീതിയിൽ പുറത്തു വന്നതായി നിങ്ങൾ അറിയുമല്ലേ? എന്നിട്ട് നമ്മളിത് നിർത്തുന്നുണ്ടോ? ഇല്ല. വീണ്ടും നമ്മുടെ മനസ്സിൽ അത് നിൽക്കില്ല, വീണ്ടും നമ്മളത് പറയുമല്ലേ? അപ്പം അങ്ങനെ പറയുന്നവരാണ് നമ്മളിലേറെ. കാരണം നമ്മുടെ സമൂഹം അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ മിടുക്കരാണ് എന്നർത്ഥം. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള അപവാദ പ്രചരണം കൂടാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രഹസ്യം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരുമായിട്ട് ആരോടും പറയാതിരിക്കുക, അത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. അത് അവിടെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. സ്വയം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു രഹസ്യം അത് പരസ്യമല്ലേ? അത് നമ്മൾ സ്വയം സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് രഹസ്യമാവുന്നുള്ളൂ, അല്ലേ? അത് സ്വയം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞാൽ അത് അപ്പം തന്നെ അത് പരസ്യമായി. പിന്നെ അതെല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ എല്ലാം നമ്മൾ ഓപ്പണായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ പിന്നീട് അത് നമുക്ക് ദുഃഖിക്കാനുള്ള ഇടവരുത്തും.